സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി ഇഫക്ട്സ് ആണ്. അതായത് നമുക്ക് അതിൻ്റെ സ്ലോ ഷട്ടർ എഫക്ട്സ് എന്നും പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിലും മൊബൈൽ ക്യാമറ ആണെങ്കിലും ഈവൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഗോപ്രോ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫി ഇഫക്ട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി റെസ്പോൺസ് കിട്ടുന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്തായാലും ഈ വരുന്ന സൺഡേ നമ്മളൊരു ലൈവ് പോകാനായിട്ട് പ്ലാനാണ്. അപ്പോൾ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇടയിലുള്ള അടിപൊളി ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സിനെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് അവരുടെ ഇൻസ്റ്റഗ്രാം ഫോട്ടോസൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് അവരിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉള്ള ക്രിയേറ്റേഴ്സ് അല്ല, നല്ല കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സിനാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലിസ്റ്റിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലോ നിങ്ങൾക്ക് അറിയാവുന്ന ചെറിയ ക്രിയേറ്റേഴ്സിന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരുടെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ ഇൻസ്റ്റാഗ്രാം IDs എല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്ന് ഏറ്റവും നല്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സുകൾ നമ്മുടെ അടുത്ത ലൈവിൽ നമ്മൾ സൺഡേ പോകാൻ പോകുന്ന ലൈവിൽ നമ്മൾ എന്തായാലും അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് കണ്ട് അതിലെ ഫോട്ടോഗ്രാഫി നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ അഭിപ്രായം നമ്മൾ അതിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്ന് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് നമ്മുടെ മെയിൻ കോണ്ടന്റിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി ഇഫക്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, പാനിങ് ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ പാനിങ് ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഒരുപാട് പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ മൂവിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ആ ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ നമ്മൾ നമ്മുടെ ക്യാമറ കൂടി പാൻ ചെയ്തിട്ട് ഒരു മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫോട്ടോഗ്രാഫിനാണ് നമ്മൾ പാനിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമുക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കാറുകളുടെ ഫോട്ടോ എടുക്കാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ നമ്മൾ പാനിങ് ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഡെപ്തും ഒരു പ്രത്യേക എഫക്റ്റും നമുക്ക് കിട്ടും. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, നമ്മുടെ ഷട്ടർ സ്പീഡ് നമ്മൾ 1/30 അല്ലെങ്കിൽ 1/60 എന്ന് പറയുന്ന ആ ഒരു ഷട്ടർ കൗണ്ടിൽ നമ്മൾ ഇടാം. എന്നിട്ട് നമ്മൾ സബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന അതേ സ്പീഡിൽ അതേ ഡിറക്ഷനിൽ നമ്മൾ നമ്മുടെ ക്യാമറയും കൂടി മൂവ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അടിപൊളി ഫോട്ടോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിലായാലും ഫോണിലായാലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ക്യാമറയില്ല, നിങ്ങൾ മൊബൈൽ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോ മോഡിൽ പോയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഷട്ടർ സ്പീഡ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ക്യാമറയിൽ അതില്ലെങ്കിൽ ഒരു മാനുവൽ ക്യാമറ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും എങ്ങനെയാണ് മാനുവൽ ക്യാമറ നിങ്ങളുടെ ഫോണിൽ തന്നെ യൂസ് ചെയ്ത് അടിപൊളി ഫോട്ടോസ് എടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പറയാൻ പോകുന്ന ബാക്കി 4 സ്ലോ ഷട്ടർ സ്പീഡ് എഫക്റ്റുകൾക്കും നമുക്ക് ഒരു ട്രൈപോഡ് മസ്റ്റാണ്. ട്രൈപോഡ് എന്ന സെൻസ് നമുക്ക് നമ്മുടെ ക്യാമറയിൽ ചെറിയൊരു ഷെയ്ക്ക് പോലും നമുക്ക് വരുത്താനായിട്ട് പറ്റില്ല. കാരണം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഷെയ്ക്ക് ആയാലും നമ്മുടെ ഫോട്ടോന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഫോട്ടോ മോശമായി പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോഗ്രാഫി എഫക്റ്റിലോട്ട് പോകാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫോട്ടോയിൽ മൂവിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ നമുക്ക് നമ്മുടെ ക്യാമറയിൽ നിന്ന് തന്നെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള വിചാരിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണ്, ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ള പുത്തമ്പള്ളിയുടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോയി. ഞാനപ്പോൾ അങ്ങനെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ നടന്നു പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് അവരെല്ലാവരെയും ഫോട്ടോഷോപ്പിലിട്ട് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമ്മൾ ട്രൈപോഡ് എടുക്കുക, നമ്മുടെ ക്യാമറ നമ്മൾ അതിന് മുകളിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രെയിം നമ്മൾ കമ്പോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വളരെ സ്ലോ ഷട്ടർ സ്പീഡിൽ നമ്മുടെ ഫോട്ടോ നമ്മൾ എടുക്കുക. നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് എത്രത്തോളം കുറച്ചിടാൻ പറ്റുമോ അത്ര നിങ്ങൾ കുറച്ചിട്ട് നിങ്ങളൊരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ബേസിക്കലി എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിനകത്ത് സ്റ്റില്ലായിട്ടുള്ള ഒബ്ജക്റ്റുകൾ മാത്രം നമ്മുടെ ഫോട്ടോയിൽ ഉണ്ടായിരിക്കും. മൂവിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മുടെ ഫോട്ടോ ഒന്ന് മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാത്ത നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ പുത്തമ്പള്ളി മാത്രമല്ല, നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോയാലും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മൂന്നാമത്തെ ഫോട്ടോഗ്രാഫി ട്രിക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, വാട്ടർഫോൾസ് അല്ലെങ്കിൽ സ്കൈ ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കും. നമുക്ക് ഈ ഒരു ലോങ് എക്സ്പോഷർ മെത്തേഡ് വഴി നമുക്ക് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്രൈപോഡിന് മുകളിൽ നമ്മുടെ ക്യാമറ നമ്മൾ സ്റ്റില്ലാക്കി വെച്ചിട്ട് നമ്മൾ കുറഞ്ഞൊരു ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വാട്ടറിൻ്റെ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു മോഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നോർമലി വാട്ടർഫോൾസ് എല്ലാവരും എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രീസ്ഡ് ആയിട്ട് നമുക്ക് വാട്ടർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫോട്ടോ എടുക്കാറ്. പക്ഷേ നമ്മൾ സ്ലോ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ വെള്ളം എന്ന് പറയുന്നത് ഇങ്ങനെ സിൽക്കി സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ലൈൻസ് ആയിട്ട് പോകുന്നിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് വാട്ടർഫോൾസ് മാത്രമല്ല, നിങ്ങൾക്ക് മൂവിങ് ആയിട്ടുള്ള ഒരു ബീച്ചോ ലേക്കോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൈ ആയാലും നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ
ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി മെത്തേഡ് വഴി നിങ്ങൾക്ക് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ നാലാമത്തെ ഫോട്ടോഗ്രാഫി ട്രിക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ലൈറ്റ് പെയിൻറ്റിംഗ് ആണ്. ലൈറ്റ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും, നമ്മൾ വളരെ സ്ലോ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രെയിമിന് മുമ്പിലോ അല്ലെങ്കിൽ സബ്ജക്റ്റിന് ചുറ്റോ നമ്മൾ ലൈറ്റ് വെച്ച് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്ലോ എഫക്റ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിനാണ് നമ്മൾ ലൈറ്റ് പെയിൻറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു സ്ലോ ഷട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ട്രിക്കാണ്. നമ്മുടെ ഫൈനൽ ട്രിക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ലൈറ്റ് ട്രെയിൽസ്, അതല്ലെങ്കിൽ സ്റ്റാർ ട്രെയിൽസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഷട്ടർ സ്പീഡ് കുറച്ചിടുന്നത് നമ്മുടെ ഫ്രെയിമിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ നടക്കുന്ന ആ ഒരു മോഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാനാണ് നമ്മൾ ആ ഒരു സ്ലോ ഷട്ടർ സ്പീഡിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ സ്റ്റാർസിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ എന്തായാലും സ്റ്റാർസ് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാർസ് എല്ലാതും ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ലോ ഷട്ടർ സ്പീഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാർ ട്രെയിൽസ് നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റിലോട്ട് സ്റ്റാർ പോകുമ്പോൾ അത് പോയ ആ ഒരു ട്രാക്ക് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ട്രെയിൽസ് മാത്രമല്ല, നിങ്ങൾക്ക് മൂവിങ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ ആ വെഹിക്കിൾസിൻ്റെ ലൈറ്റ് ട്രെയിൽസ് വഴി നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാലമാണ് എനിക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്താ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.